യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു വിവരണം. ലൂക്കാ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്മസ് രാത്രിയിൽ ഇനി ഈ വർഷം നമ്മൾ വചനവിചിന്തനത്തിന് വിധേയമാക്കുക. മർക്കോസ് സുവിശേഷകൻ്റെ വിവരണം യേശുവിൻ്റെ ജനനവും അവൻ്റെ വളർത്തുപിതാവായ യോസേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണല. നേരെ മറിച്ച് ലൂക്കാ സുവിശേഷകൻ്റെ വിവരണം പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളിലൂടെ ചർച്ചകളിലൂടെയാണ് നമ്മളെ വഴി നടത്തുക. ഇവിടെ ജോസഫുമായി ബന്ധിപ്പിച്ചുള്ള ചിന്തയാണ് നമ്മൾ ആത്മവിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. ജോസഫിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വേറെങ്ങും പറഞ്ഞിട്ടുമില്ല. അവൻ നീതിമാനാകയാൽ തൻ്റെ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നല്ല മനുഷ്യനായതുകൊണ്ട് കാണിച്ച ഒരു വലിയ മണ്ടത്തരം അല്ലെങ്കിൽ വലിയൊരു പാപം എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ നമുക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ അവിഹിത ഗർഭം ധരിച്ചു എന്ന് ജനമറിഞ്ഞാൽ ആ ജനക്കൂട്ടത്തിൻ്റെ പരാതി സിനഗോഗിൽ ദേവാലയത്തിൽ എത്തിയാൽ പിന്നെ ആ മകളെ വിചാരണ ചെയ്ത് പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലും. ജോസഫിന് കിട്ടുന്ന വിവരം മറിയം ഗർഭിണിയാണ് എന്ന്. അവൾ ഗർഭിണിയാണ് എങ്കിൽ അതിനൊരു കാരണമുണ്ടാകും, കാരണക്കാരനായ ഒരുവനുണ്ടാകും. ഇവളും അവനും തമ്മിൽ സ്നേഹബന്ധത്തിലാണ് എങ്കിൽ അവർ കല്യാണം കഴിച്ചൊരുമിച്ച് ജീവിക്കാനൊക്കെ പദ്ധതി ഇട്ടിട്ട് മാറിപ്പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടതോ ആയിക്കൊള്ളട്ടെ, അവർക്കൊരുമിച്ച് താമസിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഞാനായിട്ട് അവരുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒന്നും തച്ചുടയ്ക്കണില്ല എന്ന ചിന്ത യോസേപ്പിതാവിൽ നമ്മൾ കാണുക. മറ്റൊന്ന്, അവൾ അവിഹിത ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വിശേഷം സിനഗോഗിലോ ദേവാലയത്തിലോ സൻഹദ്രീൻ സംഘത്തിലോ ഒക്കെ അറിയിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ജോസഫ് ചിന്തിക്കുന്നത് ഒരു കാര്യം മാത്രം: ഞാൻ മൂലം ആരും കരയാനിടയാകരുത്, ഞാൻ മൂലം ആരും കണ്ണീര് കുടിക്കാനിടയാകരുത്, ആരും സങ്കടപ്പെടരുത്, നൊമ്പരപ്പെടരുത്. ഒരു ഗുരുവരൻ്റെ, ഒരു സന്യാസിയുടെ ചിന്ത, എല്ലാം ത്യജിച്ച ഒരു പരമത്യാഗിയുടെ ചിന്ത. ഞാൻ മൂലം ആരും കരയരുത്, ഞാൻ മൂലം ആരും നൊമ്പരപ്പെടരുത്. ജോസഫ് രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് വിവാഹബന്ധത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന, താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ജോസഫിനെ. കല്യാണം മുടങ്ങിയതിൻ്റെ നൊമ്പരം മറിയത്തിനും ജോസഫിനുമുണ്ട് എന്നത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു വിവാഹം മുടങ്ങിപ്പോകരുത് എന്ന് ദൈവദൂതന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ആ ഗബ്രിയേൽ ദൂതൻ ഒരു സ്വപ്നത്തിൽ ജോസഫിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു: നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ വലിയവനായിത്തീരും, അനുഗ്രഹത്തിൻ്റെ മകനായിത്തീരും. നീ അവളെ വിവാഹം കഴിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, സ്വപ്നത്തിൽ കണ്ട ഒരു ദർശനം നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. സക്കറിയായ്ക്കും പരിശുദ്ധ മറിയത്തിനുമൊക്കെ ദൈവദൂതൻ്റെ നേരിട്ടുള്ള പ്രത്യക്ഷീകരണമാണ് ലഭിച്ചത് എങ്കിൽ അവരുടെ അടുക്കത്തിൽ യഥാർത്ഥത്തിൽ ദൈവദൂതൻ കടന്നു ചെന്ന് നിന്ന് സംസാരിച്ചതാണ് എങ്കിൽ ജോസഫ് ഇതാ വെറുതെ ഒരു സ്വപ്നം.
നല്ലൊരു വിവാഹാലോചന, സുന്ദരിയായ മറിയത്തോടു കൂടിയുള്ള ജീവിതം സ്വപ്നം കണ്ടവന് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ നാളെ കൂട്ടുകാരും നാട്ടുകാരും കല്യാണം മുടങ്ങിയവനെന്ന പേരിൽ തന്നെ ആക്ഷേപിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായിട്ട് നിർത്തപ്പെടേണ്ടി വരുമ്പോൾ, ഇനി ഒരുപക്ഷെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയാത്തവണ്ണം കല്യാണം മുടങ്ങിപ്പോയവനായി മാറുമോ എന്ന ചിന്തയും അസ്വസ്ഥതയും, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ തലപൊക്കി നിൽക്കാനാവാത്ത ദയനീയ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയുമെല്ലാം ഈ മനുഷ്യനെ വല്ലാണ്ട് ഞെരുക്കിയിട്ടുണ്ടാകും. ആ രാത്രിയിൽ, ഉറക്കം വരാത്തൊരു രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നതിനിടയിൽ കണ്ടൊരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. ദൈവദൂതൻ ആ ദുസ്വപ്നത്തിൻ്റെ നടുക്കാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ, അവളുടെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചതാണ് എന്ന് ഈ ജോസഫിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ മനുഷ്യനെ കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത്, ജോസഫ് അപ്പോൾ തന്നെ നിരുദ്ധരയിൽ നിന്നുണർന്ന് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതത്തിന് കാതോർത്തിരിക്കാൻ, ദൈവഹിതം നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള മനസ്സിൻ്റെ വലുപ്പം സ്നാപകൻ്റെ അടുക്കലെത്തിയ ദൈവദൂതനെ കുറിച്ച് തോന്നാത്തത്, മറിയത്തിൻ്റെ അടുക്കൽ ദൈവദൂതനെ കുറിച്ച് തോന്നാത്തത്, കൃത്യതയോടെ യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ ജോസഫ് സമ്മതിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് അവളെ ഭാര്യയായി സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാത്വികനായ ജോസഫിനെ ഇന്ന് നമ്മൾ മാതൃകയാക്കണം. ആ മനുഷ്യൻ്റെ മനോഭാവങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യണം. അവനെ പോലെ ആയിത്തീരാൻ നമുക്കുമൊക്കെ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടാവുക, എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നാം ദൈവത്തെ പഴിച്ചിട്ടുണ്ടാകുക, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകുക. പദം പെറുക്കി കരയാനും പരാതി പറയാനും എത്രയോ വട്ടം നമ്മൾ നോർന്നിട്ടുണ്ട്. ജോസഫിനെ പോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി ദൈവഹിതത്തിന് കൈയാളിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുക. ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, നീ പറയുന്നതെന്തും, നീ ആഗ്രഹിക്കുന്നതെന്തും, നീ ആവശ്യപ്പെടുന്നതെന്തും നൽകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിൻ്റെ ഇഷ്ടം. യെസ്തമൻ തോട്ടത്തിലെ യേശുനാഥൻ്റെ പ്രാർത്ഥന അപ്പൻ്റെ പ്രാർത്ഥനയുടെ ഒരു മറുവാക്കാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണം മറ്റൊരു മാതൃകയാണ്. ഇത് മൂന്നും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവമായി ഇറങ്ങി വസിക്കുന്ന ഒരു കുടുംബമായി, തിരുക്കുടുംബമായി അവരുടെ കുടുംബം മാറുന്നുണ്ടായെങ്കിൽ അവിടെ ജോസഫിന് ദൈവാശ്രയബോധമുണ്ടായിരുന്നു, യേശുവിന് ദൈവാശ്രയബോധമുണ്ടായിരുന്നു, മറിയത്തിന് ദൈവാനുഭവ ബോധ്യമുണ്ടായിരുന്നു. സംശയത്തിനിട നൽകാതെ, ദൈവമേ നീ കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു എന്ന മനോഭാവത്തോടെ പൂർണ്ണമായ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, നീ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇനി ക്രിസ്മസിന് അവശേഷിക്കുന്നത് മണിക്കൂറുകൾ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ കൂടി മാത്രമാണ്. ഹൃദയപരമാർത്ഥതയോടെ ഈ പുണ്യജനനത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവേ, അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥന, അങ്ങ് എൻ്റെ സന്നിധി വിട്ട് അകന്നു പോകരുതേ എന്ന പ്രാർത്ഥന. എൻ്റെ ആഗ്രഹങ്ങളല്ല തമ്പുരാനെ, നിൻ്റെ തിരുവിഷ്ടമാണ് നിറവേറേണ്ടത് എന്ന ബോധ്യത്തോടെ അങ്ങയെ ചേർത്ത് പിടിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കൂടുതൽ ധന്യമായി തീരട്ടെ. കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം, അവൻ്റെ തിരുഹിതം നിറവേറ്റാനുള്ള തീരുമാനം നമുക്ക് സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.